നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ 4th മൊഡ്യൂളിലെ ക്യൂട്ടേനിയസ് സെൻസേഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാതെ പോയൊരു ഭാഗമുണ്ട്. പറയാതെ പോയതല്ല, ആ ഭാഗം കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ ഭാഗം എടുക്കുന്നത്. ആ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് പോരാ എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽ കണ്ടപ്പോൾ അതിൽ നോക്കിയ സമയത്ത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം എന്ന് കരുതിയിട്ടാണ്, അല്ലാതെ ആ ഭാഗം എടുക്കാത്തതോ വിട്ടതോ ഒന്നുമല്ല. നിങ്ങളത് ഓൾറെഡി എടുത്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അതിലെ തെർമൽ സെൻസേഷനാണ്, തെർമൽ സെൻസേഷൻ്റെ ഭാഗമാണ്. അതിലെ നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിനെ ഡിഫറെൻറ്റ് ഗ്രഡേഷൻസ് ഓഫ് കോൾഡ് ഹീറ്റിനെയൊക്കെ പെർസീവ് ചെയ്യാൻ കഴിയും, ഡിഫറെൻ്റ് അളവിൽ കോൾഡിനെയും ഹീറ്റിനെയും. ഈ തെർമൽ ഗ്രഡേഷൻസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് ലീസ്റ്റ് 3 ടൈപ്പ്, അതായത് അറ്റ്ലീസ്റ്റ് 3 ടൈപ്പ് സെൻസറി റിസപ്റ്റേഴ്സാണ്. ഇത് ഏത് ഗ്രഡേഷനിലാണ് എന്നൊക്കെ നമ്മൾ കോൾഡും ഹീറ്റിനെയൊക്കെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 സെൻസറി റിസപ്റ്റേഴ്സാണ്. അത് കോൾഡ് റിസപ്റ്റേഴ്സ്, വാംത്ത് റിസപ്റ്റേഴ്സ് ആൻഡ് പെയിൻ റിസപ്റ്റേഴ്സ്. ഇങ്ങനെ 3 റിസപ്റ്റേഴ്സാണ് പ്രധാനമായിട്ടും തെർമൽ സെൻസേഷനിൽ വരുന്നത്. പെയിൻ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നല്ല എക്സ്ട്രീം ഡിഗ്രി ഓഫ് ഹീറ്റോ കോൾഡോ ഉണ്ടാകുമ്പോഴാണ്. നമുക്കറിയാം, നന്നായിട്ട് തണുക്കുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് ഹീറ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് വേദനിക്കാറുള്ളത്, അല്ലേ? അപ്പോഴാണ് അവിടെ പെയിൻ സെൻസേഷൻ വരുന്നത്. അപ്പോൾ പെയിൻ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നല്ല എക്സ്ട്രീം ഡിഗ്രീസ് ഓഫ് ഹീറ്റോ കോൾഡോ ഉണ്ടാകുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ കോൾഡോ വാംത്തോ റിസപ്റ്റേഴ്സിന് ഫ്രീസിങ് കോൾഡ് അല്ലെങ്കിൽ ബേണിങ് ഹോട്ട് സെൻസേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നല്ല ബേൺ ചെയ്യുന്ന ഹോട്ട് അല്ലെങ്കിൽ ഫ്രീസിങ് കോൾഡ്. ഇതാണ് ഈ ഒരു സാധാരണ ഉണ്ടാവുന്ന കോൾഡിൻ്റെയും ഹീറ്റിൻ്റെയും കൂടെ ഉണ്ടാവുന്ന 2 സെൻസേഷൻസ്, ഫ്രീസിങ് കോൾഡും ബേണിങ് ഹോട്ടും. നന്നായിട്ട് പൊള്ളുന്ന ചൂടും അതേപോലെ മരവിക്കണ തണുപ്പും. ഇത് രണ്ടും നമുക്ക് പെയിൻ സെൻസേഷനാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ കോൾഡും വാംത്ത് റിസപ്റ്റേഴ്സും, കോൾഡ് റിസപ്റ്റേഴ്സും വാംത്ത് റിസപ്റ്റേഴ്സും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഫസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സെപ്പറേറ്റഡ് സ്പോട്ടുകളിലാണ്, സ്കിന്നിലാണ് കാണുന്നത്. അതിൽ കൂടുതൽ ഏരിയാസും നോക്കുമ്പോൾ കോൾഡ് സ്പോട്സ്, ഇപ്പോൾ 3 മുതൽ 10 മടങ്ങ് വരെ കോൾഡ് സ്പോട്സ് ഉണ്ട്. വാംത്ത് സ്പോട്സിനേക്കാളും കൂടുതൽ കോൾഡ് സ്പോട്സാണ് ഉള്ളത്. അതേപോലെ ഡിഫറെൻ്റ് ഏരിയ, ബോഡിയിലെ ഡിഫറെൻ്റ് ഏരിയ എടുത്ത് നോക്കുമ്പോൾ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഈ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 15 തൊട്ട് 25 കോൾഡ് സ്പോട്സാണ് ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ ലിപ്സിൻ്റെ ഭാഗത്ത്, ചുണ്ടിൻ്റെയൊക്കെ ഭാഗത്ത് വരുന്നത്. 15 മുതൽ 25 കോൾഡ് സ്പോട്സാണ് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ. സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയില്ല, 1 സെൻറ്റിമീറ്റർ നീളം 1 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരം. ആ ഒരു സ്പേസിൽ തന്നെ 15 മുതൽ 25 വരെ കോൾഡ് സ്പോട്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ 3 മുതൽ 5 കോൾഡ് സ്പോട്സ് ഉണ്ട് ഫിംഗറിൽ, അല്ലെങ്കിൽ ഫിംഗറിൻ്റെ ഭാഗത്ത് തന്നെ 3 മുതൽ 5 കോൾഡ് സ്പോട്സേ ഉള്ളൂ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ. പിന്നെ അതേപോലെ നമ്മുടെ ട്രങ്ക് ഉണ്ടല്ലോ, കഴുത്തിൻ്റെയൊക്കെ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൾഡ് സ്പോട്ടേ ഉള്ളൂ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ ഒരു കോൾഡ് സ്പോട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കോൾഡ് സ്പോട്ടാണെന്നുണ്ടെങ്കിലും എന്തുണ്ട്, ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ബോഡിയിലെ എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സ്കിന്നിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അതിൽ തന്നെ സ്കിന്നിൻ്റെ അടിയിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. 3 മുതൽ 10 ടൈംസ് വാംത്ത് സ്പോട്സിനേക്കാളും കൂടുതൽ കോൾഡ് സ്പോട്സാണ് കാണുന്നത്. അതിൽ തന്നെ ഡിഫറെൻ്റ് ഏരിയയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ലിപ്സിൻ്റെ ഭാഗത്തൊക്കെയാണ് കോൾഡ് ഇത് കാണുന്നത് കൂടുതലായിട്ട്. അപ്പോൾ നമുക്കറിയാം, ലിപ്സൊക്കെ ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ലിപ്സിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് എന്തെന്ന് നമ്മൾ കാണാറുണ്ട്. ലിപ്സിലാണല്ലോ അത് പെട്ടെന്ന് ബാധിക്കാറുള്ളത്. അതിൻ്റെ കാരണം എന്താണ്, അവിടെ കൂടുതലായിട്ടും റിസപ്റ്റേഴ്സ് കൂടുതലായിട്ട് ഉള്ളത് ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ നന്നായിട്ട് ബാധിക്കാറുണ്ട്. ചുണ്ടൊക്കെ ഇതായിട്ട് തൊലിയൊക്കെ പോരുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും, മുറിയാവാറും ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്താണ് ഇത് കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു വാംത്ത് നെർവ് എൻഡിങ്സിൻ്റെ ഡിസ്റ്റിങ്ഷൻ, അതിൻ്റെ എക്സിസ്റ്റൻസ് ഇതിനൊക്കെ ബേസ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ വെച്ചിട്ടാണ്. ഓക്കെ, അല്ലാതെ നമുക്ക് ഹിസ്റ്റോളജിക്കലി, അതായത് സെല്ലൊക്കെ പഠിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു വാംത്തിൻ്റെ നെർവ് എൻഡിങ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അത് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ വെച്ചിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമ്മൾ കോൾഡ് സ്പോട്ടിനെ കുറിച്ചും കോൾഡ് റിസപ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാംത്തിൻ്റെ അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് കൂടുതലും സൈക്കോളജിക്കൽ ടെസ്റ്റൊക്കെ വെച്ചിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഫ്രീ നെർവ് എൻഡിങ്സ് ആണെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം വാംത്ത് സിഗ്നൽ നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മെയിൻലി ടൈപ്പ് സി നെർവ് ഫൈബേഴ്സാണ്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ വെലോസിറ്റി 0.4 to 2 മീറ്റർ പെർ സെക്കൻഡാണ്. എത്ര? 0.4 മുതൽ 2 മീറ്റർ പെർ സെക്കൻഡ്. വളരെ കുറഞ്ഞ വെലോസിറ്റി ഉള്ളൂ. ഓൺലി 0.4 to 2 മീറ്റർ പെർ സെക്കൻഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി നെർവ് ഫൈബേഴ്സിൻ്റെ ഇതാണ്. സി നെർവ് ഫൈബേഴ്സാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ഒരു ഡെഫിനിറ്റീവ് കോൾഡ് റിസപ്റ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്പെഷ്യൽ. അതിൽ സ്മോൾ ടൈപ്പ് ആഡ് മൈലിനേറ്റഡ് നെർവ് എൻഡിങ്സ് ആണ് കാണുന്നത്. AD മൈലിനേറ്റഡ് നെർവ് എൻഡിങ്സ്, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ബ്രാഞ്ച് ചെയ്തിട്ട് ഒരുപാട് നമ്പർ ഓഫ് ടൈംസ് ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ടിപ്പിൽ ബേസൽ എപ്പിഡെർമൽ സെൽസുമായിട്ട് ടച്ച് ചെയ്തിട്ട് അതിനൂടെ പോർട്രൂഡ് ചെയ്ത് ഉള്ളിലേക്ക് തള്ളി കയറിയിട്ടാണ് ഇത് പോകുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ റിസപ്റ്റേഴ്സിൽ നിന്ന് ടൈപ്പ് ആഡ്നർവ് ഫൈബേഴ്സാണ്. ഏത്? നമ്മുടെ കോൾഡിനെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മീറ്റർ പെർ സെക്കൻഡാണ്. കുറച്ചുകൂടെ സ്പീഡിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ചില കോൾഡ് സെൻസേഷൻസ് നമ്മൾ പറഞ്ഞ ടൈപ്പ് സി നെർവ് ഫൈബേഴ്സും കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഫ്രീ നെർവ് എൻഡിങ്സ് തന്നെയാണ് കോൾഡ് നെർവ് എൻഡിങ്സിലും കോൾഡിലും, പിന്നെ അതേപോലെ ഇതിലും രണ്ടിലും, കോൾഡിലാണെങ്കിലും വാംത്തിലാണെന്നുണ്ടെങ്കിലും സി നെർവ് എൻഡിങ്സ് ഉണ്ട്. അതിൽ കോൾഡിലും സി നെർവ് എൻഡിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഫൈബേഴ്സ് ഈ ഒരു ടെമ്പറേച്ചറിനോട് ഡിഫറെൻറ്റ് ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോൾഡ് റീജിയൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ കോൾഡ് പെയിൻ ഫൈബേഴ്സാണ് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുക. കോൾഡിൻ്റെ ഫൈബേഴ്സും പിന്നെ അതേപോലെ പെയിൻ്റെ ഫൈബേഴ്സുമാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. അവിടെ സ്കിന്ന് കൂടുതൽ കോൾഡർ ആവുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് അത് ഫ്രീസാവും. ഈ ഫൈബേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൈബേഴ്സ് cannot be even colder so that it nearly freezes or actually does freeze. These fibers cannot be stimulated. അങ്ങനെ നന്നായിട്ട് ഇതാവുന്ന സമയത്ത്, നല്ല ഇത് വരുന്ന സമയത്ത് അത് കൂടുതൽ കോൾഡറായിട്ട് പിന്നീട് അത് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ആ ഫൈബറിന് പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുവരെ അത് ഫ്രീസായിട്ടിരിക്കും. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോൾഡ് പെയിൻ ഇമ്പൾസ് നിൽക്കും. അവിടെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ എക്സ്ട്രീം തണുപ്പുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് പെയിൻ ഇമ്പൾസ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ചൂടിൻ്റെത് അതിൻ്റെ അവിടെ ആവശ്യമില്ല. അങ്ങനെ ഒരു 10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ കോൾഡ് പെയിൻ ഇമ്പൾസ് അവിടെ നിൽക്കും. പക്ഷേ കോൾഡ് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, കോൾഡ് പെയിൻ ഇമ്പൾസ് മാത്രമേ നിൽക്കുള്ളൂ. അവിടെ കോൾഡ് റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ടൊരു പീക്ക് സ്റ്റിമുലേഷൻ എത്തും. ഈ പീക്ക് സ്റ്റിമുലേഷനാണ് 24 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 24 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഈ ഒരു തണുപ്പ് കുറയാണ് ചെയ്യുക. അത് ഫെയ്ഡ് ചെയ്തിട്ട്
പിന്നെ അത് 40 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ അതിന് മേലേക്കാകുമ്പോൾ എന്ത് ചെയ്യാണ്, ഒരു 30 ഡിഗ്രി സെൽഷ്യസിന് മേലേക്കാകുമ്പോൾ വാംത്ത് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും, സ്റ്റിമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു ഇത് വാംത്ത് റിസപ്റ്റേഴ്സ് അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ ഫെയ്ഡ് ചെയ്യുന്നത് ഒരു 49 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ മാക്സിമം ആയിട്ട് പിന്നീട് അത് ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഒരു അറൗണ്ട് 45 ഡിഗ്രി സെൽഷ്യസിൽ ഫൈനലി ഹീറ്റ് പെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യും. മനസ്സിലായോ? അതായത് ഇതിൻ്റെ മാക്സിമത്തിലെത്തുമ്പോൾ അവിടെ അതിൻ്റെ കൂടെ പെയിനും കൂടെ ഉള്ള ആ ഒരു കണ്ടീഷനാണ് വരുന്നത്. അങ്ങനെ 49 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുമ്പോൾ ഹീറ്റ് പെയിൻ ഫൈബേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ ചില സമയത്ത് കോൾഡ് ഫൈബേഴ്സും എന്ത് ചെയ്യാറുണ്ട്, ആ സമയം അഗെയിൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കോൾഡ് എൻഡിങ്സിനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഡാമേജ് ഉണ്ടാക്കും. പിന്നെ എക്സസീവ് ഹീറ്റിന് കാരണമൊക്കെ ചെയ്യാറുണ്ട്. അത് പറയണ്ട. അതായത് ഇപ്പോൾ നന്നായിട്ട് മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തണുപ്പാണെന്നുണ്ടെങ്കിലും ആ ഒരു മാക്സിമത്തിലെത്തുമ്പോൾ പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നത് കോൾഡ് പെയിനാണ്. നന്നായിട്ട് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രീസ് ചെയ്തിട്ട് പിന്നീട് തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയായിട്ടായിരിക്കും വരുന്നത്. അതേപോലെ തന്നെയാണ് ഹീറ്റിൻ്റെയും കാര്യം. ഹീറ്റ് ഒരു 30-ന് മുകളിലേക്ക് പിന്നീട് അങ്ങോട്ട് ചൂടായി വന്ന് ഒരു 49 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഹീറ്റ് തന്നെ നിൽക്കും ആ ഫൈബേഴ്സ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വാംത്തിൻ്റെയും പെയിനിൻ്റെയും കൂടെയാണ് വരുന്നത്. വാംത്തും പെയിനും കൂടെ എന്ന് വെച്ചാൽ പെയിനാണ് അവിടെ ഇത് ചെയ്യുന്നത്. അതായത് ആ പിന്നീട് അങ്ങോട്ട് ചൂട് കൂടുമ്പോൾ പെയിനാണ് ഉണ്ടാക്കുക, പെയിൻഫുൾ സെൻസേഷനാണ് അവിടെ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ ഒരു കോൾഡ് റിസപ്റ്ററിനെ പെട്ടെന്ന് എന്താ പറയുക, ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ കുറയാണ് എന്നുണ്ടെങ്കിൽ, കോൾഡ് റിസപ്റ്ററിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ കുറയാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. പക്ഷേ ഈ സ്റ്റിമുലേഷൻ ഫെയ്ഡ് ചെയ്ത് റാപ്പിഡ്ലി ഫസ്റ്റ് ഫ്യൂ സെക്കൻഡ്സിൽ തന്നെ ഫെയ്ഡ് ആയിട്ടുണ്ടാകും. എന്നിട്ട് പ്രോഗ്രസീവ്ലി കുറച്ചും കൂടെ സ്ലോ ആയിട്ട് ഒരു 30 മിനിറ്റ്സിലേക്ക് അത് ഒരു സ്ലോ ആയിട്ടുള്ള റെസ്പോൺസാണ് ഉണ്ടാക്കുക. അതിന് ശേഷം റിസപ്റ്റർ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഒരു 100% ഒന്നും അഡാപ്റ്റേഷൻ അവിടെ നടക്കുന്നില്ല. അതായത് ഒരു കോൾഡ് റിസപ്റ്ററിൽ നിന്ന് ഓൾറെഡി കോൾഡ് ആയിട്ടുള്ള ഒരു റിസപ്റ്ററിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, പിന്നെ ടെമ്പറേച്ചർ ഫോൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആദ്യത്തെ അവസരത്തിൽ പെട്ടെന്ന് തന്നെ അതിനോട് എന്ത് ചെയ്യും, ഈ ഒരു കോൾഡ് റിസപ്റ്റേഴ്സ് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും ആദ്യം. അതിന് ശേഷം പിന്നെ സ്ലോ ആവും, അത് ഫെയ്ഡ് ചെയ്തിട്ട് അതിനോട് കുറഞ്ഞ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ പിന്നെ അത് സ്ലോ ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടെമ്പറേച്ചറിൽ ചേഞ്ചസ് വരുമ്പോൾ ഇങ്ങനെ തെർമൽ സെൻസസ് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പിന്നെ അതിന് അഡീഷനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു സ്റ്റഡി സ്റ്റേറ്റിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ സ്കിന്നിൽ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണ് എന്താ പറയുക, നല്ലോണം കോൾഡറായിട്ട് ആദ്യം ഫീൽ ചെയ്യും. പിന്നെ ആ ടെമ്പറേച്ചർ കോൾഡ് ആയിട്ട് റിമൈൻ ചെയ്യും, സെയിം ലെവലിൽ തന്നെ നിൽക്കും. അങ്ങനെ എക്സാമ്പിൾ, അതായത് അതേപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സമയത്ത് ആൾക്ക് ഭയങ്കര വാമറായിട്ട് ഫീൽ ചെയ്യും. അതിന് ശേഷം ആ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇത് പറഞ്ഞൊന്നും മനസ്സിലായില്ലല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ഒരു ചൂട് ഉള്ളൊരു റൂമിലേക്ക് കടക്കുകയാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ചൂടുള്ളൊരു റൂമിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരാൾ, ഇപ്പോൾ ഒരു റൂമിലൊക്കെ നല്ല AC ഒക്കെ ഇട്ടിട്ട് നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് പുറത്തേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക, നല്ല വെയിലത്തൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ആദ്യം ഭയങ്കര ചൂടായിട്ടായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് ആ ഒരു ചൂട് കുറഞ്ഞു വരും. ഓക്കെ, അതിനെ അനുസരിച്ച്. അതേപോലെ തന്നെ പുറത്തുനിന്ന് നല്ല വെയിലുള്ളൊരു സ്ഥലത്തുനിന്ന് ഒരാൾ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും പലപ്പോഴും. അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. ഒന്നും വേണ്ട, വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ മതി, അപ്പോൾ നമുക്കൊരു AC ഫീലൊക്കെ ആയിരിക്കും.
പക്ഷെ പിന്നീട് ആ ഒരു തണുപ്പ് കുറഞ്ഞ് പിന്നെ ഒരു നോർമലായിട്ടുള്ള നല്ല ചൂടല്ല നല്ല തണുപ്പല്ല എന്നുള്ളൊരു ലെവലിൽ ഒരു നോർമലായിട്ടുള്ളൊരു ലെവലിലാണ് വർക്ക് ചെയ്യുക. ഇതാണ് പറഞ്ഞത്. ആദ്യത്തെ സമയത്ത് നല്ല എന്താ പറയുക, നമ്മുടെ റിസപ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ആവും, പിന്നെ അതിനോട് അഡാപ്റ്റീവായിട്ട് നിൽക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ.